ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അഞ്ജുഷി ചേച്ചിക്ക് ഒരു സർപ്രൈസസ് ഉള്ള ഒരു ബ്രൈറ്റ് ടു ബി അറേഞ്ച്മെന്റ് ആണ് നടത്താൻ പോകുന്നത്. സർപ്രൈസ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. 2 സർപ്രൈസസ് ഉണ്ട്. നമ്മൾ ഹസ്റ്റോ റെസ്റ്റോ കഫേയുള്ള അശോകപുരമുള്ള ഹസ്റ്റോ റെസ്റ്റോ കഫേയിലാണ് നമ്മൾ അറേഞ്ച്മെന്റ്സ് നടത്തുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറേഞ്ച്മെന്റ് സെറ്റ് ആക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഫ്ലവറിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഫ്ലവർ ഓർഡർ ചെയ്തു. കാലിക്കറ്റ് ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ഫ്ലവർ എത്തിച്ച് തന്നിട്ടുള്ളത്. റോസ് ഫ്ലവേഴ്സ് ആയിരുന്നു. ആൻഡ് ദ അറേഞ്ച്മെന്റ് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഈസ്തെറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ റോസ് ഫ്ലവേഴ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ റോസും കൂടെ ഒക്കെ വെച്ച് നമ്മൾ ബ്രൈറ്റ് ടു ബീന്റെ അറേഞ്ച്മെന്റ്സ് ഒന്ന് കവറപ്പ്. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ അഞ്ജു ചേച്ചിക്ക് അറിയില്ല നമ്മൾ എന്താണ് പ്ലാൻ ഒന്നും അറിയില്ല. ഇതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം വരുന്നു. നമ്മളൊരു കഫേയിൽ നിന്ന് ഔട്ടിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ അഞ്ജു ചേച്ചിക്ക് ഡൗട്ട് ആവാതിരിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ പോയി അഞ്ജു ചേച്ചി വന്നു. അങ്ങനെ ഒരു തവണ അഞ്ജു ചേച്ചി കയറിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരിച്ചു പോയി ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അഞ്ജു ചേച്ചി ഓക്കെ അങ്ങനെയുള്ള ലെവലിലൊക്കെ തിരിച്ചു വന്നു. അപ്പോഴും ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അഞ്ജു ചേച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അഞ്ജു ചേച്ചിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ അഞ്ജു ചേച്ചി വന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഓർഡർ ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് വരുന്നത്. ശാന്തന ചേച്ചി വരില്ല എന്നാണ് ഞങ്ങൾ അഞ്ജു ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശാന്തന ചേച്ചിയാണ് ഫസ്റ്റ് ആയിട്ടുള്ള സർപ്രൈസ്. കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് എൻഡ് ഞങ്ങൾ സെറ്റ് ചെയ്തു. അങ്ങനെ ശാന്തന ചേച്ചി വന്നപ്പോൾ അഞ്ജു ചേച്ചി ഫസ്റ്റ് സർപ്രൈസ് ആയി. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് സമയം ശാന്തന ചേച്ചി ഞങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് സർപ്രൈസിലേക്ക് പോകുന്നത്. അഞ്ജു ചേച്ചീൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സർപ്രൈസായി. ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്പണിംഗ് ടൈമിൽ തന്നെ അഞ്ജു ചേച്ചി ഫുള്ളോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് വാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഞ്ജു ചേച്ചി കയറിയിരുന്നത്. ശരിക്കും സർപ്രൈസ് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബ്രൈറ്റ് ടു ബീൻ്റെ ടാഗും തിയാരയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ശരിയാക്കി വീഡിയോസ് ഒക്കെ എടുത്തിട്ടായിരുന്നു അവിടെ കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് സർപ്രൈസ് വരുന്നത്. ഗോപിച്ചേട്ടൻ അതായത് അഞ്ജു ചേച്ചിന് കല്യാണം കഴിക്കാൻ പോകുന്ന ഫിയാൻസി വന്നു. അതായിരുന്നു അടുത്ത സർപ്രൈസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവറൊക്കെ കൊടുത്ത് അവരെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോഴും അവർ രണ്ടുപേരും ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു സർപ്രൈസിൻ്റെ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു ചടപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവർ രണ്ടുപേരും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ചേച്ചി അറിഞ്ഞിട്ട് തന്നെ ഇല്ല. പിന്നെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്ട്രോബെറി വൈറ്റ് ചോക്കോ കേക്ക് ആയിരുന്നു. അങ്ങനെ അവർ കേക്കൊക്കെ ഷെയർ ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ചേച്ചി വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിനായിരിക്കും വന്നത്. ഫുഡ് കഴിക്കാൻ വന്നതല്ലേ, അങ്ങനെ ഒരു മൂഡിലായിരുന്നു. പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓർമ്മയില്ലായിരുന്നു. ഫോർ ദ സർപ്രൈസ്. നിങ്ങളില്ലായിരുന്നു ഞാൻ ഇത്രയും ഹാപ്പി ആവുന്നില്ല. ഈ കല്യാണത്തിന്റെ ടെൻഷൻ്റെ ഇടയിൽ ഇത്രയും നേരം ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എന്തായാലും അപ്പൊ കല്യാണത്തിന് നിങ്ങളില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു സൂൺ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അഞ്ജുഷി ചേച്ചിയുടെ ബ്രൈറ്റ് ടു ബി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്ന വ്ളോഗാണ് ഈ വ്ളോഗ്. അപ്പോൾ സോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. കാരണം ഞങ്ങൾ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫണ്ണായിട്ടുള്ളൊരു വ്ളോഗാണ്. സോ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫ്രം കോഴിക്കോട് ടു കുറ്റിപ്പുറം ഞങ്ങൾ ട്രെയിനിൽ പോകും. ട്രെയിനിൽ നിന്ന് അവിടുന്ന് പിന്നെ ഗുരുവായൂരിലേക്ക് നേരെ ബസ് എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രെയിനൊക്കെ കയറി ഞങ്ങൾ ഗുരുവായൂരെത്തി. പക്ഷേ ആ ബസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് വാസ് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ സൂപ്പർ ഫാസ്റ്റിനേക്കാൾ ഫാസ്റ്റിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ റൂം തപ്പി നടന്ന് നക്ഷത്ര എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമിലാണ് ഞങ്ങൾക്ക് റൂം അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ശാന്തന ചേച്ചിയുടെ കല്യാണവും ഇവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഞങ്ങൾ അവസാനം
നക്ഷത്രയിലെത്തി. അവിടെ ചേച്ചിയുടെ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനാണ് ഞങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ റൂം. അപ്പോൾ ചേച്ചി അവിടെ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. അപ്പോൾ ചേച്ചി വന്നത് ഞാൻ എന്റെ 4 മണി അവിടേക്ക് മേക്കപ്പ് തരാം. ചേച്ചീൻ്റെ കല്യാണം ആദ്യം പറയുന്നത് 6 മണിയായിരുന്നു. പിന്നെ അത് 5 മണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി, അതായത് തലേ ദിവസം രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ അവിടുത്തെ ചേട്ടന്മാർക്ക് ഞങ്ങളൊരു വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറയുന്നത് അഞ്ജുഷി ചേച്ചി ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിൽ അങ്ങനെ ഭയങ്കര ഇമോഷണലായി. ഇവർ രണ്ടുപേരും അഞ്ജു ചേച്ചിയുടെ റൂംമേറ്റ്സ് ആയിരുന്നു ഹോസ്റ്റലിൽ നിന്ന സമയത്ത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിട്ടാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് കരഞ്ഞു. അതിലൂടെ അഞ്ജു ചേച്ചി കരഞ്ഞു. ഞങ്ങളാണെങ്കിൽ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ആ ക്ഷീണത്തിൽ ഇരിക്കുകയായിരുന്നു. അല്ലേ, ഞങ്ങളങ്ങനെ വിശന്നിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടൊന്നും ആർക്കും അതിലുള്ള എനർജീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്ന് മാത്രമായി. ഇതാണ് അഞ്ജു ചേച്ചിയുടെ ചേച്ചി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മാത്രമാണ് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കാൻ വന്നതാണ് അഞ്ജു ചേച്ചി. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ആ ഹാളിൽ വെച്ചായിരുന്നു അന്ന് ഫുഡ് ഉണ്ടായിരുന്നത്, അന്നത്തെ നൈറ്റ്. അങ്ങനെ ഇവരെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിരുന്ന സമയത്ത് അവർ ഇടിയപ്പം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സ്റ്റൂ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഓണിയൻ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കോഫി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇല അട ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി ആൻഡ് കുറുമക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെജിറ്റേറിയൻ ഫുഡായിരുന്നു അന്ന് രാത്രി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അഞ്ജു ചേച്ചി കയ്യിലെന്താ? എന്തിനാ? ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth അഞ്ജുചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി നമ്മളെങ്ങോട്ടാ? നമ്മൾ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഓക്കെ ഗൈസ്, സീ യു. നിങ്ങൾ വെള്ളപ്പൊക്കത്തിൽ കൂടെ നടക്കുകയാണ് ഗൈസ്. അവിടെ ഭയങ്കര മഴയാണ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് പുറത്തൊക്കെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ശരവണ ഭവനിൽ കയറിയിട്ട് ഞങ്ങൾ ദോശയും മസാല ദോശ ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി. അവിടെ നക്ഷത്ര എമാരാട്ടിലുള്ള കാര്യങ്ങളായിരുന്നു ഈ കാണുന്നത്. ഒക്കെ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോഴാണ് ചന്ദനയ്ക്ക് പെട്ടെന്ന് ഒരു കോഫി കുടിക്കണം എന്ന് തോന്നി. ഇത് നമുക്ക് റൂമിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി ചന്ദന അത് കുടിച്ചിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യത്തേക്ക് ഗുരുവായൂരിനോട് ബൈ പറയാണ്. ഞങ്ങൾ അവിടുന്ന് ബസ് കയറി നേരെ കുറ്റിപ്പുറത്തെത്തി. കുറ്റിപ്പുറത്ത് നിന്ന് ട്രെയിനിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ തിരിച്ചും വന്നത്. നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറ്റിപ്പുറം എത്തിയപ്പോൾ ഓക്കെ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ എസ് എം സ്ട്രീറ്റിൽ എത്തുന്നു, അവിടുന്ന് ബിരിയാണി കഴിക്കുന്നു, എന്നിട്ട് വീട്ടിൽ പോകാമെന്നല്ല. ഞങ്ങൾ ടോപ്പ് ഫോം കയറി നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ബൈ ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ചിക്കൻ ഒരു 1 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. അത് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 hours നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രയും ടൈം നിങ്ങളിത് മാരിനേഷന് വേണ്ടിയിട്ട് റെഡിയാക്കുക. ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ആയിട്ടുള്ള ഒണിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഗ്രേവിയിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കുക. അതിന് മുന്നേ നമ്മൾ ഒരു പാൻ കത്തിച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതായത് നമ്മൾ ഉള്ളി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് ഇന്നത്തെ ഗ്രേവിയിലേക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ചിക്കനും അതിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് റെഡിയാക്കി എടുക്കുക. കാരണം ഇത് അധികം വേവിക്കേണ്ട സമയമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ ഗ്രേവിയിൽ റെഡിയാക്കും. അങ്ങനെ നമ്മൾ ഗ്രേവിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഉരുളി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് എണ്ണയെ കാണുന്നുള്ളൂ, കാരണം നമ്മൾ ഫ്രൈ ചെയ്തത് ഒരു 1 കിലോഗ്രാം ചിക്കൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായി ചൂടാക്കിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല മിക്സ് ആയിട്ട് വരണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കണക്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെയും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിന് കണക്കാക്കി ഉപ്പ്, പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല മിക്സിൽ ഈ ഒരു ഗ്രേവി പേസ്റ്റ് പോലെ റെഡിയാക്കി എടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ തേങ്ങ വറുക്കണം. അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഉള്ളി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, തേങ്ങ, പിന്നെ കറിവേപ്പിലുണ്ട്, ജീരകമുണ്ട്, പെരിഞ്ജീരകമുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കുക. ഇതേ സമയത്ത് നമ്മൾ ആ ഗ്രേവിയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ബ്രൗൺ കളറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കറി വരുന്നത് തന്നെ നമ്മൾ പച്ച ഉള്ളി കൊണ്ടല്ല, ഈ വറുത്തിട്ടുള്ള ഉള്ളി കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിൽ എത്തുന്ന കറി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ലെവൽ ഓഫ് മിക്സിങ് എത്തുന്ന സമയത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യാൻ തോന്നുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേവി പോലെ ആക്കുക. കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഗ്രേവി ഒഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഗ്രേവി രൂപത്തിലാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഗ്രേവി എല്ലാ സൈഡ് ചിക്കനിലേക്കും എത്തുന്ന രീതിയിലേക്ക് ആ ഗ്രേവി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ അതിൽ ഓരോ പീസിലും ഈ ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ ഒരു ഗ്രേവി കിടന്നിട്ട് വേണം നമ്മൾ ആ ചിക്കൻ കംപ്ലീറ്റ്ലി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിലെ കളറിലെ വ്യത്യാസങ്ങളൊക്കെ. നമ്മൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉരുളിയിൽ വെച്ചിട്ട് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറായിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന രീതിയിൽ വറുത്തെടുക്കും. നമ്മൾ കറി നന്നായിട്ട് കിടന്ന് തിളയ്ക്കുകയാണ് റോസ്റ്റിലേക്കുള്ള. അതിലേക്ക് ഈ തേങ്ങ വറുത്തതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം കുറച്ചൊന്ന് കട്ടിയാവും നമ്മൾ ആ ഗ്രേവി ഈ തേങ്ങ ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ആ ഒരു മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു റോസ്റ്റ് ആണെങ്കിൽ പോലും കുറച്ചൊരു വാട്ടർ കണ്ടൻറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് ചൂട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കും, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്.
പിന്നെ നമ്മൾ ബാക്കി ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര എന്താ പറയുക ക്രീമി പോലത്തെ ഒരു ടെക്സ്ചറാണ് നമ്മുടെ കറി എത്തിയിട്ടുള്ളത്. അതിലേക്ക് ഇനി കുറച്ച് തക്കാളി മുറിച്ചത്, പച്ച തക്കാളി മുറിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ തിളയ്ക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയില ഇപ്പോൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കും. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഇതാണ് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ ബാക്കി മല്ലിയിലയും കൂടെ കുറേ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. അതിന് തിളപ്പിച്ച് നന്നായിട്ട് ആ ഒരു ഗ്രേവി ഒന്ന് സെറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കൊന്ന് മാറി, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്, എണ്ണയ്ക്കൊന്ന് വറ്റി ഭയങ്കര ടേസ്റ്റി ആൻഡ് എന്താ പറയുക ഭയങ്കര റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ മാത്രം കണ്ടുവരുന്ന ഒരു അടിപൊളി, നമുക്ക് പൊറോട്ട ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, പത്തിരി ആയിക്കോട്ടെ, എന്തിനോടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളെന്തായാലും ഈ വീഡിയോ ഇതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാമിലി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കുക. എന്തായാലും നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗൈസ്. Finally, we met each other after years. ഫൈനലി എൻ്റെ 1, 2 ഫ്രണ്ട്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറയണേ. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ഔട്ടിങ്ങിന് പോയതാണ്. എനിക്ക് ട്രൈപോഡ് ഇല്ലാത്തതിന്റെ ഒരു സങ്കടം പുണ്യ വന്നതോടുകൂടി എന്റെ ഈ ബിഹൈൻഡ് ദ ക്യാമറ നമ്മളെ പുണ്യ KP ഉണ്ട്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. KP അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ദിവസത്തില് നമ്മൾ കുറെ സ്ഥലത്ത് പോയി. എവിടെയൊക്കെ പോയി പറഞ്ഞു? നമ്മള് സ്റ്റുഡിയോയില് പോയി. സ്റ്റുഡിയോയില് ഓപ്പണിംഗ് ടൈം 11 ആയിരുന്നു, പക്ഷെ ഞങ്ങൾ 10 o'clock വരെ എത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി തിരിഞ്ഞു, ഒന്നും വാങ്ങിച്ചില്ല. കുറച്ച് ട്രയലൊക്കെ ചെയ്ത് പോകുന്നു. സ്റ്റുഡിയോയിൽ പോയി ഞങ്ങൾ അവിടെ തുറക്കുന്നതിന് മുന്നേ എത്തി. അപ്പോഴാണ് പുണ്യൻ്റെ ബാഗിൽ നിന്നൊരു ബുക്ക് കിട്ടി. എന്തിനാന്ന് വെച്ചിട്ട് പുണ്യക്കും അറിയില്ല. ഇതെന്തിനോ വേണ്ടി ഞാൻ എടുത്ത് വെച്ചു എന്ന് മാത്രം. പുറത്ത് പോകുമ്പോൾ കൊണ്ടുവന്ന ബാഗായതുകൊണ്ട് അതിൽ പുണ്യ അതിൽ വെച്ചിട്ടിട്ട് അങ്ങനെ അതൊക്കെ നോക്കി സ്റ്റുഡിയോയിൽ ഓപ്പണിംഗ് ടൈം നോക്കി. ഇവർ രണ്ടുപേരും അവിടെ തന്നെ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ വീഡിയോ എടുത്തിരിക്കുക. അങ്ങനെ അവസാനം 11 മണിയായപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൂടെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഉള്ളിലേക്ക് തള്ളിക്കയറി. അങ്ങനെ തള്ളിക്കയറി ഉള്ളിലെത്തിയപ്പോൾ ഞങ്ങൾ ഓരോന്നിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. നെയിൽ പോളിഷ് നോക്കുന്നു, ലിപ്സ്റ്റിക്ക് നോക്കുന്നു, ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്പം ഞങ്ങളെല്ലാവരും നോക്കി അവസാനം നെയിൽ പോളിഷിലെത്തി. പുണ്യക്ക് നെയിൽ പോളിഷിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുണ്യ ഓരോന്ന് ട്രയൽ ചെയ്തു. അപ്പം അപ്പുറത്തുള്ള ചേച്ചി വന്ന് പറഞ്ഞു, 5 ഫിംഗേഴ്സിലും നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ടാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ 5 ഫിംഗേഴ്സിലിട്ടു. അത് അവരെ അറിയിക്കാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഓരോ ട്രയൽ ചെയ്തു. പക്ഷെ ഞാനൊന്നും ട്രയൽ ചെയ്തില്ല, കാരണം എനിക്ക് നെയിൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ലിപ്സ്റ്റിക്കിലെത്തി ഓരോന്ന് ട്രൈ ചെയ്ത് ഞങ്ങൾ കുറച്ച് മിറർ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അടുത്ത ട്രയൽ റൂം വരെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് സിൽക്ക് മന്ദിറിന് കുറച്ചൊക്കെ നോക്കി തിരിച്ചു പോന്നു. ഇപ്പൊ കോച്ചിന് പോയി ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് തിന്നു. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മള് ബീച്ചിലെ കഫേയിലേക്ക്. മതി. ഏത് കഫേയിലെ പോണേ? കോച്ച് പേര് പോണേ എന്താ അറിയില്ല. അവിടെ പോയിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടാ പോകുന്നത്? നമ്മള് ബീച്ചിലേക്ക് പോവാ. എന്നിട്ട് എന്തിനാ? ഏത് ഞങ്ങൾ നേരെ ബീച്ചിലുള്ള കോച്ച് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ കയറി കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചു. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പോലെയായിരുന്നു സംസാരങ്ങൾ. ഇപ്പം ഞങ്ങൾ കുറേ മെച്ചൂർഡായി എന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ലോഡഡ് ഫ്രൈസ് ആണ്. ഞങ്ങൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് ഞങ്ങൾ
മാറി മേലോട്ട് കയറിയിരുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ഇരിക്കണ്ടെന്നായിരുന്നു ഞങ്ങളൊരു മനസ്സിലുണ്ടായിരുന്നത്. അവസാനം അവർ പറഞ്ഞു മുകളിൽ വേക്കൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ കുറേ അൺഎക്സ്പെക്റ്റഡായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെയാണ് ലോഡഡ് ഫ്രൈസ് വന്നു, ഞങ്ങളത് കഴിച്ചു. ഒരു എന്താ പറയുക, ഇപ്പോൾ ആവറേജ് ആയിരുന്നു ലോഡഡ് ഫ്രൈസ് അടുത്തത്. അത് കഴിച്ച് അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ ഒരു മോം ടു ബി അങ്ങനെയൊക്കെ ഒരു നടത്താൻ പറ്റിയ ഒരു അടിപൊളിയാണ്. ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാണ് ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് വരുന്നത്. അത് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് കഴിച്ച് കുറേ സംസാരിച്ച് അവിടുന്ന് ഇനിയും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്ക്, പുണ്യക്ക്, ആദിത്യക്ക്, അങ്ങനെ 3 ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിറർ സെൽഫി വീഡിയോസൊക്കെ എടുത്തിട്ട് കോച്ചിനോട് ഞങ്ങൾ വിട്ട് പറയാണ്. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോച്ചിൽ നിന്ന് മെല്ലെ അവിടുന്ന് ഇറങ്ങി. ബീച്ചിൽ ഇരുന്നിട്ട് നന്നായി കാറ്റുകൊള്ളും. ഓക്കെ, യു ടു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, യു നോ. ഇത് തമാശയ്ക്ക് പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈറ്റാനിക് പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ കയറി അങ്ങ് നിന്നു. അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലായിരുന്നു. കുറച്ചൊക്കെ തിരിഞ്ഞ് പോകണം. ഞാനും പുണ്യൊക്കെ ആയിട്ട് കുറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കുറേ സംസാരിക്കായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ടായിരുന്നു. ഞങ്ങൾ താഴെയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ അവർ വന്ന് പറഞ്ഞു മേലേക്ക് പോവാന്ന്.